അല്ലേ? എവിടെയാ വീട്? മുളന്താവ്. മോനെ എവിടുന്നാ? മോന്റെ പേരെന്തോ? അതേപോലെ പൂരം കണ്ടോ? പൂരം കണ്ടോ? കണ്ടു പറയൂ. ആനയെ കണ്ടോ? പൂരപ്രേമിയാന്ന് കണ്ടാൽ അറിയാം. അതല്ലേ, ഞാൻ തൃശ്ശൂർ തന്നെ. തൃശ്ശൂരാണല്ലേ? അതല്ലേ, ലുക്കിലൊക്കെ ഒരു തൃശ്ശൂരുണ്ട് അല്ലേ. തവണ കുറച്ചൊരു സങ്കടം നിറഞ്ഞൊരു പൂരം കൂടിയാണ്. അതെ ബട്ട് വെടിക്കെട്ടിന്റെ അപകടമൊക്കെ ആയിരുന്നു. കുറച്ചൊരു അതിന്റെ ഒരു പൊലിമ കുറഞ്ഞിട്ടുണ്ട്. എന്നാലും ആൾക്കൂട്ടവും ആരവവും ഒക്കെ ഉണ്ട്. ആൾക്കൂട്ടുകാരൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ട്. അതൊക്കെ സാധാരണ രീതിയിൽ പോകും. പക്ഷെ കുറച്ചൊരു തൃശ്ശൂർക്കാരെന്ന രീതിയിൽ പൂരത്തിന് എന്താണ് കൂടുതൽ ഇഷ്ടം? കൂടെ തന്നെ ഇത് ആനവട്ടം, അമ്പാരി, എഴുന്നള്ളിപ്പ്, അത് സംതിങ് നമ്മൾ. ആനയാണോ മേളമാണോ കൂടുതൽ ഇഷ്ടം? ആനയും മേളും രണ്ടും നമുക്ക് ഒരുപോലെ ഇഷ്ടമാണ്. ഞാൻ ദുബായിൽ വർക്ക് ചെയ്യുന്നത്. ദുബായിലാണ്. ഈ പൂരത്തിന് വേണ്ടി മാത്രം? വർഷം ഇല്ല, ഇപ്പോൾ വന്നിട്ട് കുറേ കാലമായി. ആക്ച്വലി ഇപ്പോൾ പൂരം കണ്ടിട്ട് കുറേ കാലത്തിന് ശേഷം ഗൃഹാതുരത്വത്തോടു കൂടി പൂരത്തിന് വന്നിരിക്കുകയാണ്. ഒരാശംസകൾ. അപ്പൊ ഇങ്ങനെ ദൂരെ നാട്ടിൽ നിന്നൊക്കെ ആളുകൾ അല്ലേ? കൃഷ്ണ ഹരേ കൃഷ്ണ. എവിടുന്ന വരുന്നത്? വളപ്പായി, തൃശ്ശൂർ. പൂരം കാണാൻ വരുവാണോ അല്ലെങ്കിൽ? അല്ല, ഞങ്ങൾ ഹരേ കൃഷ്ണക്കാരാണ്. ആദ്യമായിട്ടാണ് ഫസ്റ്റ് പൂരത്തിനാണ് വരുന്നത് അല്ലേ? പൂരം സൂപ്പർ, അടിപൊളി. ആ രാമനെ കണ്ടോ? കണ്ടു. എന്തായിരുന്നു പൂരത്തിന് വരുമ്പോ കാണണമെന്ന് ആഗ്രഹിച്ചൊരു സംഭവം? രാമനെ തന്നെയായിരുന്നു. രാമനെ കണ്ടു. എന്താ കാണണ്ടേ? എന്തുണ്ടെങ്കിലും കാണാം അല്ലേ? കാണാം. പേര്? ലിസി. അമന്റെ. ബോവാസ്. നിങ്ങളൊക്കെ പൂരത്തിന് കുറെ കാലമായി വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്? അതെ. ചേച്ചിയുടെ പേര്? ചിന്നമ്മ. നിങ്ങൾ മൂവാറ്റുപുഴക്കാരോ? അതെ. ഒരു ടീമാണ്? അതെ. എപ്പോ വന്നു? ഇപ്പൊ കുറച്ചേരായി. കുറച്ചേരായിട്ടുള്ളൂ. ഞാനിവിടെ തന്നെ. ജിനോ, പേര് ജിനോ. ഇപ്പൊ എലഞ്ഞിത്തറ മേളമുണ്ട്, മടത്തിൽ വരവുണ്ട്, അതൊക്കെ കേൾക്കണ്ടേ? കുടമാറ്റവും വെടിക്കെട്ടും ഇല്ല. സങ്കടമുണ്ട്. നാട്ടുകാർ മുഴുവൻ വലിയൊരു സങ്കടത്തിൽ. ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം കാണുന്നത്.